ഇന്നൊരു ഹോം മെയ്ഡ് പാനിപൂരി ഉണ്ടാക്കാം. അതിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ അതിന് പുളിവെള്ളം അതോ ആക്കി കഴിഞ്ഞു. ഇനി പാനിപൂരി. അപ്പോൾ പാനിപൂരി ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. പാനിപൂരിക്കുള്ള മാവ് ഇനി അത് പൊരിക്കേ വേണ്ടു. അതൊക്കെ ഞാൻ കാണിക്കാം. ഇനി ഇത് വറ്റുന്നേരം ഞാൻ കാത്തു നിൽക്കണം. ഇത് കുറച്ച് കട്ടിയാകുന്ന നേരം ഇങ്ങ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ ഇതൊരു നൊര പോലായിട്ട് വരും. സ്റ്റീം കൂട്ടി കൊടുക്കുക. ഇവിടെ ഇതുപോലെ നൊര ആയിട്ട് വരും. നന്നായിട്ട് ഇളക്കണം, കൈയെടുക്കാണ്ട് ഇളക്കുക. പിന്നെ സ്റ്റീം ഓഫാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ സ്റ്റീം ഓഫാക്കുക. പിന്നെ കുറച്ച് കട്ടി വന്നില്ലെങ്കിൽ നിങ്ങൾ എന്താക്കാൻ അത് എടുത്തോളാം. എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലാക്കി വെക്കാം. ഇതിപ്പോൾ നമ്മൾ കട്ടി വന്നിട്ടില്ല. ഇനി ഇതിപ്പോൾ നമുക്ക് കട്ടി വരണം. ഞാൻ കട്ടി വരാൻ വേണ്ടിയിട്ട് കാത്തൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റ് അല്ല, ഒരു 10 സെക്കൻഡോളം ഞാൻ ഇവിടെ കാത്തുനിൽക്കുക. അപ്പോഴേക്ക് ഞാൻ അതിൻ്റെ പരിവം കാണിച്ചു തരാം. ഇതിപ്പോൾ ഏകദേശം കട്ടിയായി വന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടായത്. അപ്പം ഇത് ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പീടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ മാവ്. അപ്പോൾ അതൊന്ന് ആക്കി വെക്കാം. ഇപ്പം എൻ്റെ അടുത്ത് റവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റേതിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അത് ആവുമെന്നറിയില്ല, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റീം ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിനകത്ത് ഈ പ്ലേറ്റിലോട്ടാണ് മാറ്റുന്നത്. തലക്കാലം ഈ പ്ലേറ്റിലോട്ട് മാറ്റുന്നതെന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഈ പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം കണ്ടോ, അത് പുളി മാത്രം ഇട്ടിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടെയാണ്. അപ്പോൾ ആ പുളിയും വെള്ളം അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കട്ടിയുള്ള അതിൽ പിടിച്ചിരിക്കുന്ന കുറച്ച് ഭാഗം ഉണ്ടാവില്ല, അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. അത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് എടുക്കാൻ. ഈ സൈഡിലൊക്കെ ഉള്ളത് ഒന്ന് പുറത്തേക്ക് വരണം. അപ്പം ഇത് ഞാൻ ഏകദേശം ആക്കി എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു പരിവാണ് കിട്ടുക. പരിവം കിട്ടിയിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞാണ്.